ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി എഗ്ഗ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഇട്ടലി വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില, 5 മുട്ട, 2 തക്കാളി, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതൊന്ന് കളർ മാറി വന്ന ശേഷം ഇതിലേക്ക് 2 തക്കാളി കൂടി ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിക്കുക. തക്കാളി നന്നായി കുക്കായ ശേഷം പൊടികളായ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. തീ ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം സ്വല്പം ഗരം മസാല ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മസാലകളൊക്കെ ഫ്രൈ ആയ ശേഷം 1 ടീസ്പൂൺ കോൺഫ്ലോർ, കുറച്ച് നാളികേരപ്പാലിൽ അലിയിച്ച ശേഷം അതുകൂടി ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കുക. കൈവിടാതെ കുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നന്നായി കുറുകി വന്ന ശേഷം എടുത്തു വച്ചിരിക്കുന്ന അരമുറി തേങ്ങയുടെ പാൽ കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായി കുറുകി വന്ന ശേഷം മറ്റൊരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മുട്ട നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. എടുത്തു വച്ച മുട്ട ഈ കറിയിലേക്ക് ചേർത്ത ശേഷം ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നല്ല ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ വിളമ്പാവുന്നതാണ്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.